ബത്ലഹേം കുടുംബ യൂണിറ്റ് ഈ ഓണം ബത്ലഹേം കുടുംബ യൂണിറ്റ് തൂക്കി മക്കളെ തൂക്കി. നിവിൻ പോളി, ഗിരീഷ് ഷേഡി, ഈ രണ്ട് പേരുകളാണ് ഈ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഗിരീഷ് ഷേഡിയുടെ എല്ലാ സിനിമയും തിയേറ്ററിൽ നിന്ന് കണ്ട ഒരു വ്യക്തിയാണ്. ആ സിനിമയെല്ലാം തിയേറ്ററിൽ വളരെയധികം ആസ്വദിച്ചു. ഈ സിനിമയെ അതുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി റോംകോം മോഡലിലുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കേണ്ടുന്ന ഒരു പടം, അടിപൊളി പടം. പേഴ്സണലി എനിക്ക് വലിയ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ 30 വയസ്സ് കഴിഞ്ഞ് അവിവാഹിതരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർക്കെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവർക്കെല്ലാം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം പോയി കണ്ട് ആസ്വദിച്ച് നിങ്ങൾ കണക്ട് ചെയ്യാൻ വലിയ രീതിയിൽ പറ്റും. പ്രത്യേകിച്ച് 90s പറ്റുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. നിവിൻ പോളി ഈസ് ബാക്ക്. സർവം മായയ്ക്ക് ശേഷം നിവിൻ പോളിയുടെ വലിയ ഒരു തിരിച്ചുവരവാണ് ഈ സിനിമ. ബ്ലോക്ക് ബാസ്റ്റർ ഉറപ്പിച്ചു. എത്ര കോടിയെന്ന് മാത്രം ഇനി നോക്കിയാൽ മതി. അമ്മാതിരി ഒരു റോംകോ മോഡലിലുള്ള ഒരു സിനിമ. അപ്പോൾ ഇതിന്റെ അകത്ത് ജസ്റ്റിൻ എന്ന കഥാപാത്രത്തെയാണ് നിവിൻ പോളി അവതരിപ്പിക്കുന്നത്. മമിത ബൈജു, ആഷ്ലി എന്ന് പറയുന്ന ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ ജസ്റ്റിനും ആഷ്ലിയും തമ്മിലുള്ള ഒരു പ്രണയമാണ് ഇതിന്റെ ഒരു ഇതിവൃത്തം. അതോടൊപ്പം തന്നെ സംഗീത് പ്രതാപ് ഉണ്ട്. നിവിൻ പോളിയുടെ അനിയനായിട്ടാണ് സംഗീത് പ്രതാപ് വരുന്നത്. അതുപോലെ തന്നെ റോഷൻ, ഈ സിനിമയിലെ ഏറ്റവും അടിപൊളി കഥാപാത്രം റോഷന്റെ കഥാപാത്രമാണ്. തിയേറ്ററിൽ ചിരിപ്പിച്ച് കൊന്നു എന്ന് നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് കാണുന്ന നമ്മുടെയൊക്കെ ഫാൽക്കണിലുള്ള ചില പയ്യന്മാരെ പോലുള്ള ഒരു കഥാപാത്രം. ഏത് പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാലും ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവർ 4 പേരും ഈ സിനിമയിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. നമിതയിലേക്കൊക്കെ കാണാൻ വളരെ ക്യൂട്ടായിട്ടുള്ള, നമുക്കറിയാവുന്ന ഒരു പെൺകുട്ടി നമ്മളോട് ഇഷ്ടം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് മമിത ഇതിന്റെ അകത്ത് വരുന്നത്. പിന്നെ ഗിരീഷ് ഷേഡി പടങ്ങളിലെ സ്ഥിരം കഥാപാത്രങ്ങളുണ്ട്. ഷമീർ ഖാൻ ഉണ്ട്. പുള്ളി നൈസായിരുന്നു. പുള്ളിയുടെ ചില കൗണ്ടറൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് പുള്ളി ആ കൗണ്ടറൊക്കെ പെർഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറെ കഥാപാത്രം. സുരേഷ് കൃഷ്ണ ഉണ്ട്. സുരേഷ് കൃഷ്ണയൊക്കെ കരിയർ ബെസ്റ്റ് ആയ പെർഫോമൻസ് ആണ്. സുരേഷ് കൃഷ്ണയുടെയൊക്കെ ഒരു മാറ്റമുണ്ടോ, ട്രാക്ക്. പണ്ട് വില്ലനായിട്ട് നമ്മളെയൊക്കെ ഒരുപാട് പേടിപ്പിച്ചിട്ടുള്ള സുരേഷ് കൃഷ്ണയുടെ ആ ഹ്യൂമറൊക്കെ അടിപൊളിയായിട്ട് സുരേഷ് കൃഷ്ണ ചെയ്തിട്ടുണ്ട്. വിനയ് ഫോട്ടോ ഉണ്ട്. വിനയ് ഫോട്ടോ അവരൊരു ഗോവ ട്രിപ്പൊക്കെ പോകും. അതൊക്കെ അടിപൊളിയാണ്. നല്ല രീതിയിൽ നമുക്ക് തിയേറ്ററിൽ ചിരിച്ച് പോകുന്ന ഒരിതാണ്. ഇതിന്റെ അകത്ത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനം ഒന്നും വെച്ചിട്ട് ഈ സിനിമ കാണരുത്. ചിലപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് അത് തറയിലെറിയും. ഇത് ജ്ഞാനന്ദഗോപന്റെ കൈ ഇറങ്ങി പിടിച്ചിരുന്ന് അറിയാവാൻ അവന്റെ ഫോൺ എടുത്ത് താഴെ എറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കയ്യിൽ പിടിച്ചിരുന്നു. പിന്നെ ഇതിലെ പാട്ടുകൾ എല്ലാം ബ്ലെൻഡ്. നമുക്ക് ഒരു മിനിറ്റ് പോലും ബോർ അടിക്കത്തില്ല. മൊത്തം 156 മിനിറ്റോളം ഉണ്ട് പടം. പക്ഷെ ഒരു മിനിറ്റ് പോലും ബോർ അടിപ്പിക്കത്തില്ല. മൊത്തത്തിൽ സിനിമ ഒരു ഫ്ലോയിൽ ചിരിച്ച് ഉല്ലസിച്ച് കണ്ടുപോകും. പ്രത്യേകിച്ച് ആദ്യ പകുതിയൊന്നും തീരരുത്, ഇനിയും പോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. മൊത്തത്തിൽ നമുക്ക് ഈ ഓണത്തിന് ഫാമിലി ആയിട്ട് പോയിട്ട് എന്റർടൈൻ ചെയ്ത് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു അടിപൊളി ലൈറ്റ് ഹാർട്ടഡ് കോമഡി സിനിമയാണ്. തീർച്ചയായും ഈ സിനിമ ഒരു തവണയും കൂടെ ഞാൻ വീണ്ടും തിയേറ്ററിൽ തന്നെ പോയി കാണും. 1 2 എത്ര തവണ കാണുമെന്നൊന്നും യാതൊരു ഉറപ്പുമില്ല. എന്തായാലും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണും എന്നുള്ളത് 100% ഉറപ്പാണ്. അമ്മാതിരി ഒരു സിനിമയാണ്. ഈ അടുത്തൊന്നും ഇത്രയും സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള മറ്റൊരു സിനിമ വന്നിട്ടില്ല. അമ്മാതിരി ഒരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.